തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ലഹരി ഉൽപ്പന്നങ്ങൾക്കെതിരെ വ്യാപക പരിശോധന. സ്കൂളുകളുടെ പരിസരങ്ങളിലും പൊതുവിടങ്ങളിലുമാണ് പരിശോധന നടത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗവും മെഡിക്കൽ കോളേജ് പോലീസും സംയുക്തമായാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്. പരിശോധനയിൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തി പിടിച്ചെടുത്തിട്ടുണ്ട്. സ്വന്തന സജ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലഹരിക്കെതിരെ ശക്തമായ ഒരു നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അധികൃതർ. ലഹരി പൂർണ്ണമായും തന്നെ പ്രത്യേകിച്ച് ഈ സ്കൂളിന്റെ പ്രദേശങ്ങളിൽ നിന്നും അതുപോലെ തന്നെ പൊതുവിടങ്ങളിൽ നിന്നുമൊക്കെ മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഒരു പരിശോധന ഇവിടെ നടക്കുന്നത്. ആ പരിശോധനയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നാളെ ഇപ്പോൾ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ അതിന്റെ കൂടി ഒരു പശ്ചാത്തലത്തിലാണ് സ്കൂൾ പരിസരത്തൊക്കെ പ്രവർത്തിക്കുന്ന ചെറിയ ചെറിയ ലഹരി വിൽക്കുന്ന ബങ്കുകൾ അത് എടുത്തു മാറ്റുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാം. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഉള്ളൂർ ഭാഗത്താണ്. ഇത് കാണുമ്പോൾ ഒരു ലോട്ടറി കട എന്ന പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തുനിന്ന് എത്രയധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് തന്നെ കാണാവുന്നതാണ്. പലയിടങ്ങളിൽ നിന്നായി ഇത്തരത്തിൽ ഹാൻഡ്സ്, കൂള് അതുപോലെ തന്നെ ഉള്ള പലതരത്തിലുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, ഷംപു പോലെയുള്ള ഉൽപ്പന്നങ്ങൾ പോലീസ് പിടിച്ചെടുക്കുകയാണ്. മെഡിക്കൽ കോളേജ് പോലീസിന്റെ കൂടി സഹായത്തോടു കൂടിയാണ് കോർപ്പറേഷൻ ഇത്തരത്തിലുള്ള ഒരു ശക്തമായ ലഹരി നിരോധന പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാം. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ പാറ്റൂർ വാർഡിലെ കൌൺസിലർ പാറ്റൂർ രാധാകൃഷ്ണൻ കൂടി ഈ സംഘത്തിനൊപ്പമുണ്ട്. കഴിയുന്നത്ര സ്ഥലങ്ങളിൽ നിന്ന് ഇത് നീക്കം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാണുന്ന ലഹരി പദാർത്ഥങ്ങൾ ലോട്ടറി വിൽപ്പനയുടെ മറവിലാണ്. ലോട്ടറി ബങ്ക് വെച്ചിട്ട് പഴയ ലോട്ടറികൾ മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് ഈ ബങ്കുകൾ നിറയെ ഇത്തരം ഉൽപ്പന്നങ്ങൾ പ്രധാനമായിട്ട് കുട്ടികളെ ലക്ഷ്യമിട്ടാണ് സ്കൂളുകളുടെ പരിസരം ലക്ഷ്യമാക്കി ചെയ്യുന്നതിന് പൂർണ്ണമായി നീക്കുകയാണ്. ഇത്ര ആളുകൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാവും? തീർച്ചയായിട്ടും നടപടിയുണ്ടാവും. ഇവരെ ആരെങ്കിലും പിടികൂടിയിട്ടുണ്ടോ? അതോ നമ്മളെ കണ്ടപ്പോൾ ഇവരോട് മാറി? ഇതിപ്പോ ഞങ്ങൾ വരണത് കണ്ടും കൊണ്ട് ഇവർ ഇവിടെ നിന്ന് ഉപേക്ഷിച്ച് പോയതാണ്. പക്ഷേ ലോട്ടറി കച്ചവടം എന്നുള്ളതാണ് ഫ്രണ്ടിൽ ബോർഡുള്ളത്. പക്ഷേ ലോട്ടറി അല്ല, ഇതിന്റെ പുറകിൽ ഇത്രയും നിരോധിച്ച ഈ പുകയില ഉൽപ്പന്നങ്ങളാണ്. ഇതിപ്പോൾ നമ്മുടെ പരിശോധനയിൽ കണ്ടെത്തിയ സാധനങ്ങളാണ് നമുക്ക് കാണാം. ഇവിടെ ഇരുന്ന അത് ആ ലോട്ടറി കട പോലെയുള്ള ചെറിയ ബങ്ക്, അത് എല്ലാം ഇപ്പോൾ കോർപ്പറേഷൻ അധികൃതർ തന്നെ, കോർപ്പറേഷന്റെ ജീവനക്കാർ തന്നെ വന്ന് കോർപ്പറേഷന്റെ ലോറിയിലേക്ക് കയറ്റി ഇവിടെ നിന്ന് മാറ്റുകയാണ്. നമുക്ക് കാണാം എത്രയധികം പുകയില ഉൽപ്പന്നങ്ങളാണ് ഇത്തരത്തിൽ പിടികൂടിയിരിക്കുന്നതെന്ന്. ഇന്നിപ്പോൾ മെഡിക്കൽ കോളേജ് പരിസരത്തുള്ള സ്കൂളുകളിലും അതുപോലെ തന്നെ പൊതുവിടങ്ങളിലുമൊക്കെയാണ് ഈ പരിശോധന ഇപ്പോൾ നടന്നു വരുന്നത്. പോലീസിന്റെയും കോർപ്പറേഷന്റെയും സംയുക്തമായ ഒരു നീക്കത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ലഹരിക്കെതിരെ വലിയ ഒരു പരിശോധന തന്നെ തിരുവനന്തപുരം നഗരത്തിൽ നടന്നുവരുന്നത്.